ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചാപ്റ്റർ 4 ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ചാപ്റ്റർ നമ്പർ 4. ഓക്കെ, എല്ലാവരുടെയും PDF ഉണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ അഞ്ജന. ഓക്കെ, സ്ക്രീൻ ക്ലിയർ അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റൽ? ഒരു രോഗി കൺസൾട്ടേഷന് വരുന്ന സ്ഥലം. Okay, an institution providing medical and surgical treatment and nursing care for sick or injured people. Okay, എന്താണ് സർജിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ അവിടെ എത്തുന്ന ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ ഹോസ്പിറ്റൽസിനെ ചില ഫാക്ടേഴ്സിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, there are different types of hospital and each type has its own characteristics, strength and limitations. Owing to variation in types, it is necessary to classify to understand its types. നമുക്കറിയാം ഹോസ്പിറ്റൽസ് എങ്ങനെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അവിടെ എന്താണ് പലതരത്തിലുള്ള, അവർക്ക് ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്, അല്ലേ? സ്ട്രെങ്ത് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ എന്തിന്റെയൊക്കെ ബേസിലാണ് ഈ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഏതിന്റെയൊക്കെയാണ്? സൈസ്. ഫസ്റ്റ് വൺ ഏതാണ്? സൈസ്. സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബെഡ് കപ്പാസിറ്റി. ഓക്കെ, നമ്പർ ഓഫ് ബെഡ്സ്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? വോയിസ് ബ്രേക്ക് ആവുന്നില്ലല്ലോ? ഓക്കെ ഓക്കെ, ഓക്കെ. അപ്പോ എന്താണ്, സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ എത്ര നമ്പർ ഓഫ് ബെഡ്സ് ഉണ്ട്, ഈ ബെഡിന്റെ അടിസ്ഥാനത്തിൽ, നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? ലെവൽ ഓഫ് കെയർ. ലെവൽ ഓഫ് കെയറിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഓക്കെ, എത്തരത്തിലുള്ള കെയർ ആണ് ഓരോ ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, PHC, CHC ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? റൂറൽ ഏരിയാസിൽ നമ്മൾ പഠിച്ചില്ലേ? സബ് സെന്റേഴ്സ്, PHC, CHC ഒക്കെ. ഹോസ്പിറ്റൽസിൽ എങ്ങനത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, സബ് സെന്റേഴ്സിന്റെ കേസിലാണെങ്കിൽ എത്തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്? ഏതൊക്കെയായിരുന്നു? രേവതി, എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ബേസിക്സ് ഓഫ് പ്രൈമറി കെയർ ടിപ്പിക്കലി പെർഫോംസ് ബേസിക് മെഡിക്കൽ സർവീസസ്. ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയിരുന്നു. ലൈക്ക് എങ്ങനെയാണ് വാക്സിനേഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് റിഫറൽസ് സബ് സെന്റേഴ്സ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ലെവലിലെ ഹോസ്പിറ്റൽസ് എങ്ങനെയായിരുന്നു? നമ്മള് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സെക്കൻഡറി സെക്ടർ എങ്ങനെ, എത്തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇതൊക്കെ. എങ്ങനെ സെക്കൻഡറി സെക്ടറിൽ എന്തായിരുന്നു? അവർ ട്രീറ്റ്മെന്റ് ചെയ്യും, അല്ലെ? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസീസിനെ ഒന്നും അവർ ട്രീറ്റ് ചെയ്യാറില്ല. അതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ടെറിഷറി സെക്ടേഴ്സിലോട്ടാണ് പോയിരുന്നത്, അല്ലേ?
ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോളേജ് സർജറീസ് ഒക്കെ ചെയ്തിരുന്നത്, കോംപ്ലക്സ് ആയിട്ടുള്ള സർജറീസ് ഒക്കെ ചെയ്തിരുന്നത് എവിടെയാണ്? മെഡിക്കൽ കോളേജസ്, ടെറിഷറി സെക്ടറിലെ ഹോസ്പിറ്റൽസ് ആയിരുന്നു. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ ബേസിൽ, ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പിന്നെ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു സൈസിന്റെ ബേസിലും നമ്പർ ഓഫ് ബെഡ്, അതിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്? ലെവൽ ഓഫ് കെയർ, ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്? എന്താണ്? ക്യാൻസർ പോലുള്ള ഹോസ്പിറ്റൽ, പല പല ട്രീറ്റ്മെന്റിന് വേണ്ടി പല പല ക്ലിനിക്കായി. ഇപ്പൊ ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ എന്താണ് ഒരു പെർട്ടിക്കുലർ ഡിസീസസിനെ അല്ലെങ്കിൽ ആ കണ്ടീഷനെ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട്. ചില ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ചില ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂ വന്നാൽ നമ്മൾ ചെക്ക് ചെയ്യും ഏത് ഹോസ്പിറ്റൽസിലാണ് ബെസ്റ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് ഡോക്ടറാണ് ഈ കേസ് ബെസ്റ്റ്, ഓക്കെ ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഏത് ഡോക്ടറാണ് ബെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, അതിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? പിന്നെ ഓണർഷിപ്പ്, എന്താണ് ഓണർഷിപ്പ്? ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഓണർഷിപ്പ്? പ്രൈവറ്റ് ആണോ ഗവൺമെന്റ് ആണോ? കൈവശാവകാശം. ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, പബ്ലിക് സെക്ടേഴ്സ് ഉണ്ട്, ദെൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഉണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്പനീസ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. ഓക്കെ, അതിന്റെ ബേസിൽ ഓണർഷിപ്പിന്റെ ബേസിലും ഹോസ്പിറ്റൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്തായിരുന്നു? സിസ്റ്റം ഓഫ് മെഡിസിൻ. എന്തായിരിക്കും സിസ്റ്റം ഓഫ് മെഡിസിൻ? എന്തായിരിക്കും സിസ്റ്റം ഓഫ് മെഡിസിൻ? നമ്മള് വെരി ഗുഡ്, വെരി ഗുഡ്. ആയുർവേദ. ഓക്കെ, ആയുർവേദിക് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലേ? അപ്പോ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിലും ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ മ്യൂട്ട് ചെയ്തോളും മായ. ലെങ്ത് ഓഫ് സ്റ്റേ, എന്തായിരിക്കും ലെങ്ത് ഓഫ് സ്റ്റേയിൽ വരുന്നത്? എന്തായിരിക്കാം ലെങ്ത് ഓഫ് സ്റ്റേ? എന്തായിരിക്കാം? നമ്മളൊരു പറയൂ. നമ്മളൊരു ഹോസ്പിറ്റൽസിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ചില ഹോസ്പിറ്റൽസ് നമുക്കറിയാം നോർമലി എങ്ങനെയാണ്, നമ്മളൊരു ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ആയാൽ 1 or 2 കൂടിയാൽ ഒരു 7 ദിവസം അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും അല്ലേ? പക്ഷെ ചില ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് 1 month 2 month ഓക്കെ അങ്ങനെ ഡിസ്ചാർജ്, അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, ഷോർട്ട് പീരീഡിലേക്കും അല്ലെങ്കിൽ ലോങ് പീരീഡിലേക്കും അഡ്മിറ്റഡ് ആവുന്ന പേഷ്യൻസ് ഉണ്ട്. അതിന്റെ ബേസിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് പറയും? ലോങ് പീരീഡിലേക്ക് അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ്, അത്തരത്തിലുള്ള ഹോസ്പിറ്റൽസ് ഏതാണ്? ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റുകളാണോ? മാസങ്ങളോളം ഒക്കെ. ഓക്കെ, മാസങ്ങളോളം അത് വരുന്നുണ്ട്. പിന്നെന്താണ്? മെന്റൽ ഹോസ്പിറ്റൽസ് ഇല്ലേ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽസ് അതിന്റെ ഷോർട്ട് പീരീഡിലോട്ടാണോ നമ്മൾ അഡ്മിറ്റ് ആവുന്നത് അല്ലെങ്കിൽ ലോങ് പീരീഡിലോട്ടാണോ? ഈ ലെങ്ത് ഓഫ് സ്റ്റേ, അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം, സ്റ്റേ ചെയ്യുന്ന ടൈം, അതിന്റെ ബേസിൽ ഈ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആയോ? എന്തിന്റെയൊക്കെ ബേസിലാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? level of care, clinical specialties, പ്ലീസ് മ്യൂട്ട്. രേവതി കണ്ടിന്യൂ. രേവതി എവിടെ? രേവതി, എന്തിന്റെയൊക്കെ ബേസിലാണ് ഒരു ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ സൈസ്, പിന്നെ ലെവൽ ഓഫ് കെയർ, ഓക്കെ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ. സൈസിൽ എന്താ പറയുന്നത്? സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബെഡ്സിന്റെ അനുസരിച്ചിരിക്കും, പേഷ്യന്റ് ബെഡിന്റെ അനുസരിച്ച് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ബെഡ്സ് ഡിപെൻഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദ ലെവൽ ഓഫ് കെയർ, മായ ലെവൽ ഓഫ് കെയറിൽ എന്താ പറയുന്നത്? അതിന്റെ ബേസിൽ എങ്ങനെയാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെറിഷറി കെയർ.
ഹോസ്പിറ്റൽസ് എത്രയുള്ള കെയർ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിൽ എന്തായിരുന്നു ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിൽ? ഹോസ്പിറ്റൽസ് നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസ് ആ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓണർഷിപ്പിന്റെ ബേസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ടാണോ ഗവൺമെന്റ് ബേസ് കമ്പനി ബേസിലാണോ? പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണോ പബ്ലിക് ഹോസ്പിറ്റൽ ആണോ? ഓക്കെ, ക്ലിയർ ആയോ? ദെൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്തായിരുന്നു? സിസ്റ്റം ഓഫ് മെഡിസിൻ അലോപ്പതിയാണോ ആയുർവേദമാണോ അലോപ്പതിയാണോ ഒന്ന് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? ലെങ്ത് ഓഫ് സ്റ്റേ. എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേയിൽ വരുന്നത്? ഷോർട്ട് ടൈം ആണെന്നനുസരിച്ച് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത്. ഷോർട്ട് ടൈമിലോട്ടാണോ അല്ലെങ്കിൽ ലോങ് പീരീഡിലോട്ടാണോ എന്ന്. ഓക്കെ, അതിന്റെ ബേസിലും ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഏതിന്റെയൊക്കെ ബേസിലാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഫസ്റ്റ്? സൈസിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണത്? Size of a hospital is generally measured by the number of inpatient beds it offers. On the basis of size, a hospital can be classified as small hospital, mid-sized hospital or a large hospital. അപ്പൊ അവിടെ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ബെഡ്സിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണത്? Small hospital, mid-sized or large hospital. പിന്നെ ഏതാണ്? Mid-sized hospital, large hospital. ഹോസ്പിറ്റൽസ് ആൻഡ് ലാർജ് ഹോസ്പിറ്റൽസ്. അപ്പോ ഈ സൈസിന്റെ ബേസിൽ 3 തരത്തിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. സ്മോൾ ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ ഏതാണ്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്, ഇടത്തരം ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ എന്താണ്? ലാർജ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ അത്? ദെൻ സ്മോൾ ഹോസ്പിറ്റൽ. എന്താണ് സ്മോൾ ഹോസ്പിറ്റൽ? The hospital with approximately 30 or less beds are generally recognized as small hospitals. Small hospitals എന്താ പറയുന്നത്? 30 beds are generally പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 30 or less bed. പിന്നെന്താ പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. സ്മോൾ ഹോസ്പിറ്റൽസ് എത്തരത്തിലുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ് ലിമിറ്റഡ് റിസോഴ്സസ് ആയിട്ടുള്ള അവരുടെ റിസോഴ്സസ് എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. അപ്പൊ എങ്ങനത്തെ സർവീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈമറി. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, majority of the hospitals in India are small hospitals, especially in suburbans and rural areas. Suburbanസിലും റൂറൽ ഏരിയാസിലും ഇന്ത്യയിൽ കാണപ്പെടുന്ന ഹോസ്പിറ്റൽസ് മെജോറിറ്റി എങ്ങനെയാണെന്നാ പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ to outsource various services such as laboratory, radiology and pharmacy. ഓക്കെ, അപ്പൊ ഇത്തരം സ്മോൾ ഹോസ്പിറ്റൽസിൽ റേഡിയോളജി അല്ലെങ്കിൽ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും? ഔട്ട്സോഴ്സ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ചില ഹോസ്പിറ്റൽസിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയാൽ എങ്ങനെയാണ്? അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കും. പക്ഷെ എങ്ങനെയാണ്? ലാബ് ടെസ്റ്റുകൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മെഡിസിൻസ് മേടിക്കണമെങ്കിലോ നമ്മൾ പുറത്തു പോയിട്ട് മറ്റുള്ള കടകളെ ആശ്രയിക്കേണ്ടി വരും അല്ലേ? ഔട്ട്സോഴ്സ്, പുറം കരാറാണ് അവിടെ. ചില പ്രൈവറ്റ് ക്ലിനിക്കിലൊക്കെ ചെന്നാൽ പറയും ഇന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിക്കണമെന്ന് പറയും ഇല്ലേ? അപ്പൊ ഇത്തരം ഫെസിലിറ്റീസ് സ്മോൾ ഹോസ്പിറ്റൽസിൽ ഇല്ല. ക്ലിയർ ആയോ അത്? പിന്നെന്താണ്? എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി അറ്റ് എ വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽസിൽ. എമർജൻസി കെയർ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ ഒക്കെ എങ്ങനെയാണ്? ആ ഫെസിലിറ്റീസ് എല്ലാം നമ്മളെ ബേസിക് ലെവൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് സ്മോൾ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സ്മോൾ ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ പറയുന്നത്? എന്താണ് സ്മോൾ ഹോസ്പിറ്റൽസ്?
30 or less bed ഉണ്ടായിരിക്കും. 30 or less beds are generally requested as small hospital. 30 അതിൽ കുറവോ ബെഡുകളുള്ള ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ നോർമലി എന്ത് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? മാഡം ലിമിറ്റഡ് സോഴ്സ്. മാഡം മാഡം ഞാൻ പറയണ കേൾക്കാമോ മാഡം? എന്റെ തൊണ്ട വയ്യാതിരിക്കുക. ഞാൻ പറയണത് കേൾക്കാമോ മാഡം? എന്റെ തൊണ്ട വയ്യാതിരിക്കുക. നിങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ? ഓക്കെ ഓക്കെ, എന്റെ തൊണ്ട വയ്യ മാഡം, വയ്യ എനിക്ക്, അതാണ് ചോദിച്ചത്. കേൾക്കാമോ? അപ്പോ 30 ബെഡ്സ് ഓർ ലെസ് ദാൻ 30 ബെഡ്സ്, 30 അതിൽ കുറവോ ബെഡുകളുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. പ്രൊവൈഡ് ചെയ്യുന്ന ലഭിച്ചിരിക്കുന്ന Limited resources and do not offer ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? പിന്നെന്താ പറയുന്നത്? ലബോറട്ടറി റേഡിയോ റൂറൽ എങ്ങനെയാണ്? ഔട്ട്സോഴ്സ് ഓക്കെ, പിന്നെന്താണ്? ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ സർജിക്കൽ കെയർ ഒക്കെ ആയിരിക്കും ഇത്തരം ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽസ് ക്ലിയർ ആണോ? സ്മോൾ ഹോസ്പിറ്റൽസ് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ഇടത്തരം മാഡം സ്ക്രോൾ ചെയ്യാമോ മാഡം? സ്ക്രോൾ ചെയ്യാവോ? mid-sized hospitals. എല്ലാവരുടെയും കയ്യിൽ PDF ഇല്ലേ? ഇല്ല മാഡം, ഞാൻ അടുത്ത ക്ലാസ് എടുത്ത് നോക്കിയാൽ മാഡം, എനിക്ക് വയ്യാത്തോടെ എടുക്കാൻ പറ്റിയില്ല. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? റിജോ ഓക്കെ, മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ, മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ ഫസ്റ്റ് പേജിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ മാഡം. നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽസിനെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ എന്തായിരുന്നു? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. അതിലെന്താ പറയുന്നത്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് typically having 30 to 100 beds. Okay, 30 to 100 beds നോട്ട് ചെയ്തോളൂ. Are also very popular in India. They have more resources than small hospitals and are better equipped to provide complex services. എങ്ങനെയാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 30 to 100 ബെഡ്സ്. ഓക്കെ, 30 to 100 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ എന്തായിരിക്കും അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കോംപ്ലക്സ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ അവർ സജ്ജരാണ്. പിന്നെന്താണ്? however they are not so comprehensive as large hospitals compared to small hospitals. സ്മോൾ ഹോസ്പിറ്റൽസിനെ അപേക്ഷിച്ച് എന്താണ്? റിസോഴ്സസ് ധാരാളമുണ്ട്. പക്ഷെ എങ്ങനെയാണ്? ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കുറവാണ്. ക്ലിയർ ആയോ? സ്മോൾ ഹോസ്പിറ്റൽസിനെ അപേക്ഷിച്ച് കൂടുതലാണ് റിസോഴ്സസ്, പക്ഷെ എങ്ങനെയാണ്? ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് റിസോഴ്സസ് കുറവാണ്. ക്ലിയർ ആണോ ഇത്? Sorry, madam. They generally offer reasonable level of emergency and intensive care and will have most of the clinical support service such as diagnostic as in-house services. അതായത് അവർ രോഗനിർണയം നടത്തുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് റീസണബിൾ ലെവലിലുള്ള എല്ലാ കെയറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? നോൺ ക്ലിനിക്കൽ സർവീസസ്, അതായത് നോൺ ക്ലിനിക്കൽ സർവീസസ് ആയിട്ടുള്ള ഫുഡ് സർവീസസ് അല്ലെങ്കിൽ ലോണ്ട്രി, ഹൗസ് കീപ്പിംഗ് എക്സെട്ര ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അതെങ്ങനെയാണ്? ഫുഡ്, ചില ഹോസ്പിറ്റൽസ് നമുക്ക് ഫുഡ് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ ക്യാൻറ്റീൻ, പുറമേ നിന്നുള്ള ക്യാൻറ്റീനിൽ നിന്ന് മേടിക്കണം. ഓക്കെ, അപ്പൊ ഫുഡ് സർവീസ് അല്ലെങ്കിൽ ലോണ്ട്രി, ഹൗസ് കീപ്പിംഗ് ഒക്കെ എങ്ങനെയാണ്? ഔട്ട്സോഴ്സ് ആണ്, പുറം കരാറ് കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? 30 to 100 beds. 30 to 100 beds. 30 to 100 beds are also available. Suitable ആയിരിക്കും. 30 to 100 beds are also available. എന്നാൽ ലാർജ് ഹോസ്പിറ്റലിനേക്കാളും ചികിത്സകളെല്ലാം ഉണ്ട്. അഞ്ചിത എന്തൊക്കെയാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 30 to 100 വരെയുള്ള ബെഡ്സ് എല്ലാം
അവര് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല്. അവിടെ എന്ന് വെച്ചാല് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതായത് എല്ലാ രോഗനിർണയം നടത്തുന്നുണ്ട്, അതിനുള്ള ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. എന്നാൽ സ്മാൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് വലുതും ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ചെറുതുമായിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ തന്നെ എമർജൻസി അതുപോലെ ഇന്റൻസീവ് കെയർ എല്ലാം അവിടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ലോണ്ടറി, മറ്റുള്ള കാര്യങ്ങളും ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം ഔട്ട്സോഴ്സസ് ആയിരിക്കും. നോൺ ക്ലിനിക്കൽ സർവീസ്, ഓക്കെ, നോൺ ക്ലിനിക്കൽ സർവീസ് അവിടെ ലഭ്യമല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോ കപ്പാസിറ്റി, ബെഡ് കപ്പാസിറ്റി, നമ്പർ ഓഫ് ബെഡ് എങ്ങനെയാണ്? സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ നമ്പർ ഓഫ് ബെഡ് എങ്ങനെയാണ്? 30 to 100 ആണ്. ഓക്കെ, ദെൻ റേഞ്ച് ഓഫ് സർവീസ് എങ്ങനെയാണ്? സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എങ്ങനെയാണ്? കോംപ്ലക്സ് സർവീസസ്. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ലാർജ് ഹോസ്പിറ്റലിനേക്കാളും കുറവാണ്. ഓക്കെ, പിന്നെ പേഷ്യന്റിന്റെ വോളിയം എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് പേഷ്യൻസ് എങ്ങനെയായിരിക്കും? 30 to 100 ഇടയ്ക്ക്. ഓക്കെ, സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതലായിരിക്കും, പക്ഷെ ലാർജ് ഹോസ്പിറ്റലിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? ഓക്കെ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ എത്തുന്ന പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നുള്ളവരായിരിക്കും? അർബൻ ആണോ? അതായത് ലോക്കൽ കമ്മ്യൂണിറ്റി ആയിരിക്കും ആ ഹോസ്പിറ്റൽസിന് ചുറ്റുപാടുള്ളവർ, അടുത്തുള്ളവരായിരിക്കും ആ ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി എത്തുന്നത്, അല്ലേ? ഓക്കെ, പിന്നെന്തായിരിക്കും? ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ആ ഹോസ്പിറ്റൽസിന്റെ ഘടന എങ്ങനെയായിരിക്കും? ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കാം കമ്പയർഡ് ടു സ്മോൾ ഹോസ്പിറ്റൽ? ഓക്കെ, സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കും? കൂടുതലുണ്ടാവും, സ്മോളിനേക്കാളും കൂടുതലായിരിക്കും. ഉണ്ടായിരിക്കും, പലതരം ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ക്ലിയർ ആയോ? എസെൻഷ്യൽ ഓക്കെ, അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റാഫും ഉണ്ടായിരിക്കും, പക്ഷേ ലാർജ് ഹോസ്പിറ്റലിനേക്കാളും കുറവായിരിക്കും. അപ്പോ സ്മോൾ ഹോസ്പിറ്റലും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലും ക്ലിയർ ആണോ? ഓക്കെ, ദെൻ തേർഡ് വൺ ഏതാണ്? സൈസിന്റെ ബേസിൽ എന്ന് പറഞ്ഞു, സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലാർജ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ലാർജ് ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കാം? 100 beds. 100 beds are recognized as large hospital. More than 100 beds are recognized large. 100 beds are recognized as large hospitals. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. Hospitals with more than 100 beds, okay, are recognized as large hospitals. 100-ലധികമുള്ള ബെഡുകൾ, ഓക്കെ, 100-ലധികം ബെഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് ലാർജ് ഹോസ്പിറ്റൽസിൽ വരുന്നത്. Very often these hospitals offer multiple specialty and super specialty services. Okay, mid-sized hospitals-നെ അപേക്ഷിച്ച് എങ്ങനെയാണ് സർവീസ്? ഇവരുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്? ലാർജ് ഹോസ്പിറ്റൽ ഹാവ് പ്ലെൻഫുൾ റിസോഴ്സസ് ടു ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ്. ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനെ എന്താണ് ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇത്തരം ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത്തരം ഹോസ്പിറ്റൽസിൽ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെന്താ പറയുന്നത്? they typically have completely developed ICU, operation theater, complex emergency care units, and all other clinical support units such as laboratory and radiology. എന്താണ്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ടെക്നോളജിയും എന്താണ് ലാർജ് നമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റാഫും ഒക്കെ ഈ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഇമേജിംഗ് സർവീസ്. എന്താണ് ഇമേജിംഗ് സർവീസസ് എന്ന് പറയുന്നത്? സ്കാൻ, എക്സ്റേ, അങ്ങനെയുള്ള എക്സ്റേസ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് MRI, ഇതൊക്കെ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ലാർജ് ഹോസ്പിറ്റൽസിലാണ്. ഓക്കെ, അപ്പൊ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക്സ്, രോഗനിർണയം, പിന്നെ ഇമേജിംഗ് സർവീസസ്, ഇത്തരം കാര്യങ്ങൾ, റിസർച്ച് ഫെസിലിറ്റീസ്, ഒക്കെ റിസർച്ച് ഒക്കെ ചെയ്യുന്നത് ഇത്തരം ലാർജ് ഹോസ്പിറ്റൽസിലല്ലേ? അപ്പൊ ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലാർജ് ഹോസ്പിറ്റൽസ്.
അതായത് അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജി ഉണ്ടായിരിക്കും, ലാർജ് നമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പോ ലാർജ് ഹോസ്പിറ്റൽ ക്ലിയർ ആയോ? ലാർജ് ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് രേവതി? 100 ബെഡ്സില് മുകളിലുണ്ടായിരിക്കും. ഓക്കെ, മോർ ദാൻ 100 ബെഡ്സ് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ദെൻ എന്തൊക്കെയാണ് പറയുന്നത്? മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. സർവീസസ് ആയിരിക്കും ഉള്ളത്. സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്? ലാർജ് നമ്പർ ഓഫ് കൂടുതൽ പേഷ്യൻസിനെ ചികിത്സിക്കാനായിട്ട് പറ്റുന്ന അവിടെ സാധിക്കും. റിസോഴ്സ് എങ്ങനെയാണ്? പ്ലെൻഫുൾ ആണ്, ധാരാളം റിസോഴ്സസ് ആണ്. ലിമിറ്റഡ് റിസോഴ്സസ് അല്ല. പിന്നെ ഡെവലപ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി കെയർ യൂണിറ്റ്സ്, എല്ലാ ക്ലിനിക്കൽ സപ്പോർട്ട്സുകളും അവിടെ കൂടുതലായിട്ട് ഉണ്ടാവും. ലബോറട്ടറീസ്, റേഡിയോളജീസ് എല്ലാം. എല്ലാം എങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും എങ്ങനെയാണ്? അഡ്വാൻസ്ഡ് ആയിരിക്കും. ഓക്കെ, അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജി ആയിരിക്കും. പിന്നെ നമ്പർ ഓഫ് സ്റ്റാഫിന്റെ കാര്യം എങ്ങനെയാണ്? ലാർജ് നമ്പർ ഓഫ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രോഗങ്ങളുടെ ഡയഗ്നോസ്റ്റിക്സ്, രോഗനിർണയം നടത്തുന്നുണ്ട്. പിന്നെന്താണ്? ഇമേജിംഗ് സർവീസ്, MRI പോലുള്ള സർവീസുകൾ ലാർജ് ഹോസ്പിറ്റൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ഏതൊക്കെയായിരുന്നു 3 ഹോസ്പിറ്റൽസ്? സൈസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 3 ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ്? റോഷ്നി കണ്ടിന്യൂ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. റോഷ്നി, ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ, സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ലാർജ് ഹോസ്പിറ്റൽസ്. എന്താണ് സ്മോൾ ഹോസ്പിറ്റലില് എന്താ പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റലിൽ 30 or less bed. ഓക്കെ, 30 or less 100. bed ആയിരിക്കും. 100. സ്മോൾ ഹോസ്പിറ്റൽ 30 or less bed ആയിരിക്കും. അത് 30 അതിൽ കുറവോ ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. റിസോഴ്സസ് എങ്ങനെയാണ് അവിടെയുള്ളത്? ലിമിറ്റഡ് റിസോർട്സ് ആയിരിക്കും. റിസോഴ്സസ് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? അഞ്ജിത, വേറെ പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽ. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് വെച്ചാല് അവിടെ കൊടുക്കുന്ന സർവീസസ് ഒക്കെ എന്ന് വെച്ചാൽ ലിമിറ്റഡ് ആയിരിക്കും. അതായത് അതിൽ 30 അതിൽ കുറവോ ബെഡുകളായിരിക്കും അവിടെ അവർ ഒക്കർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ലാബ് മറ്റു കാര്യങ്ങളെല്ലാം ഔട്ട്സോഴ്സസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു എങ്ങനത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ്? ബേസിക് ലെവലിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് സ്മോൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then mid-sized hospitals. What about mid-sized hospitals? 30 to 100 beds. Okay, very good. Provide complex services. Okay. സ്മോൾ ഹോസ്പിറ്റലിന്റെ വലുതും ലാർജ് ഹോസ്പിറ്റൽ ചെറുതായിട്ടാണ് പേഷ്യൻസിന്റെയും അതൊക്കെ ബോഡി ഉണ്ടാവുന്നത്. ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ടായിരിക്കും അവിടെ പേഷ്യൻസ് ഉണ്ടാവുക. അതിവിടെ പറയുന്നുണ്ടോ മാഡം? ഇല്ല, ഇതിൽ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഉള്ളൂ. പിന്നെന്താണ്? നോൺ ക്ലിനിക്കൽ സർവീസ് അവിടെ അവൈലബിൾ അല്ല. വെരി ഗുഡ്. നോൺ ക്ലിനിക്കൽ സർവീസസ് അവിടെ അവൈലബിൾ അല്ല. ഓക്കെ, പിന്നെന്താണ്? റീസണബിൾ ലെവലിലുള്ള എല്ലാ എമർജൻസി കെയറും എല്ലാ തരത്തിലുള്ള കെയറും ഇത്തരം ഹോസ്പിറ്റൽസ്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാർജ് ഹോസ്പിറ്റൽസ് എന്താണ്? ലാർജ് ഹോസ്പിറ്റൽസ് മോർ ദാൻ 100 ബെഡ്സ് ആയിരിക്കും. ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പ്ലെന്റിഫുൾ റിസോഴ്സസ് ആയിരിക്കും. ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ടാവും. അതേപോലെ ലാർജ് നമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവും. അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജി ആയിരിക്കും. പിന്നെ അവര് ഇമേജിംഗ് സർവീസസ് ആയ സ്കാനിങ്, എക്സ്റേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി കെയർ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാവും.
ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയാണ് അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജി ആയിരിക്കും ഇത്തരം ഹോസ്പിറ്റൽസ്, ലാർജ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ദെൻ പിന്നെ എന്തിന്റെ ബേസിസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സൈസ്. ഏതാണ്? ലെവൽ ഓഫ് കെയർ. ഓക്കെ, ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? Another basis of classifying hospital is level of care, which are basically 3. Okay, primary care, secondary care and tertiary. അപ്പോൾ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിന് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെറിഷ്യറി കെയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ഏതൊക്കെയാണ്? പ്രൈമറി, പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി. പ്രൈമറി കെയർ എന്താണ്? പ്രൈമറി കെയറിൽ പറയുന്നത് അതായത് പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, ദെൻ സെക്കൻഡറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, ദെൻ ടെറിഷ്യറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് നോക്കാം. The hospitals that provide basic medical care such as outpatient consultant. Okay, outpatient എന്ന് ആരാണ്? ഔട്ട്പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ പുറത്തുനിന്ന് വന്ന പേഷ്യന്റ്. ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസ്. ഇൻപേഷ്യന്റ് അകത്തുള്ള പേഷ്യന്റ്. അഡ്മിറ്റഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് ഒപ്പം എങ്ങനെയാണ്? അതായത് കൺസൾട്ടേഷന് വേണ്ടിയോ അല്ലെങ്കിൽ റെഗുലർ ചെക്കപ്പിന് വേണ്ടിയോ വരുന്ന അഡ്മിറ്റഡ് ആവാത്ത പേഷ്യൻസ്. ഓക്കെ, അതാണ് ഔട്ട് പേഷ്യൻസ്. ക്ലിയർ ആയോ? ഡിഫറൻസ് മനസ്സിലായോ? ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. അപ്പോ the hospitals that provide basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, നോർമൽ ഡെലിവറീസ് എക്സെട്ര. അപ്പൊ പ്രൈമറി കെയർ ഏതൊക്കെയാണ്? പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് PHC. ഓക്കെ, ഇൻ ഗവൺമെന്റ് സിസ്റ്റം അണ്ടറിൽ PHC ആണ് പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന കെയർ ഏതൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ഏതൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? വാക്സിനേഷൻ, പിന്നെന്താണ്? മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്, അതായത് എന്താണ്? ചെറിയ അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്? സീസണൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, സീസൺ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചില അസുഖങ്ങൾ വരാറുണ്ട്, അതിനുള്ള മെഡിസിൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെന്താണ്? നോർമൽ ഡെലിവറീസ്. അപ്പൊ ഇതൊക്കെയാണ് പ്രൈമറി കെയർ. ഓക്കെ, ദെൻ പിന്നെന്താ പറയുന്നത്? ഇൻ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഏതാണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് പ്രൈമറി കെയർ. ഓക്കെ, ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഏതാണ്? പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ക്ലിയർ ആയോ? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. എങ്ങനെയാണ്? ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും പ്രൈമറി കെയറിൽ ഉണ്ടായിരിക്കുന്നത്. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിൽ എങ്ങനത്തെ റിസോഴ്സസ് ആണ്? ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും. ക്ലിയർ ആണോ? അതായത് പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഏതാണ്? PHC, പ്രൈമറി ഹെൽത്ത് സെന്റർ. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ മെഡിക്കൽ കെയർ ഏതൊക്കെയാണ്? കൺസൾട്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വാക്സിനേഷൻ, മെഡിസിൻസ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചെറിയ അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ ഡെലിവറീസ്. ഇത്തരം കാര്യങ്ങൾക്കുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആണ്. അവരെന്തുകൊണ്ടാണ് പ്രൈമറി കെയർ അല്ലെങ്കിൽ ബേസിക് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം എന്താണ്? അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. അപ്പൊ പ്രൈമറി കെയർ ക്ലിയർ ആണോ? നോർമൽ ഡെലിവറി കൺസൾട്ടേഷൻ മാത്രമല്ലോ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള ഇൽനെസ്സിന് ചെറിയ അസുഖങ്ങൾക്ക് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നോർമൽ ഡെലിവറീസ്. ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന സർവീസസ്. ക്ലിയർ ആണോ? ഇൻപേഷ്യന്റ് ആവൂലേ? ആണെങ്കിൽ PHC ആണ്. നോർമൽ ഡെലിവറീസ് എന്നൊക്കെ പറയുമ്പം അത് ഇൻപേഷ്യന്റ് ആവൂലേ? ഇൻപേഷ്യന്റ് വരുന്നുണ്ട്. ഔട്ട് പേഷ്യന്റിന് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്, അത് വേറെ പോയിന്റ് ആണ്. ഓക്കെ, ഔട്ട് പേഷ്യന്റിന് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്, പിന്നെന്താണ്? വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്, പിന്നെന്താണ്? മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇപ്പോ പ്രൈമറി കെയർ ക്ലിയർ ആണോ?
ഓക്കെ. ദെൻ ലെവൽ ഓഫ് കെയറിലെ സെക്കൻഡ് ഏതാണ്? സെക്കൻഡറി കെയർ ആണ് വരുന്നത്. ഓക്കെ, സെക്കൻഡറി കെയർ. അതിലെന്താ പറയുന്നത്? These are hospitals that offer medical care which is one level higher than primary care. Such hospital will offer treatments such as general surgery, non-complex specialty surgeries, basic intensive care, clinical procedure, cesarean delivery, etc. ഓക്കെ, എന്താണ്? പ്രൈമറി കെയറിനേക്കാളും കുറച്ചുകൂടി ലെവൽ കൂടിയ ഒരു സെക്കൻഡറി കെയർ അല്ലെങ്കിൽ കെയർ ആണ് ഇത്തരം സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി കെയറിനേക്കാളും കുറച്ചുകൂടി കെയർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? ജനറൽ സർജറി അല്ലെങ്കിൽ നോൺ കോംപ്ലക്സ്, അതായത് കോംപ്ലക്സ് അല്ലാത്ത സർജറീസ് ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ, ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഈ സെക്കൻഡറി കെയർ ആണ്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആണ്. ക്ലിയർ ആയോ? ഇൻ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഒരു എക്സാമ്പിൾ ഏതാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആർ എക്സാമ്പിൾസ് ആണ്. സെക്കൻഡറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾസ് ആണ് CHC അല്ലെങ്കിൽ ഏതാണ്? ഡിവിഷണൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്താണ് സെക്കൻഡറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? CHC, Community Health Center. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, CHC. ഓക്കെ. പിന്നെന്താ പറയുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. പ്രൈമറി കെയറിനേക്കാളും എങ്ങനെയാണ് റിസോഴ്സിന്റെ കാര്യത്തിൽ സെക്കൻഡറി കെയർ എങ്ങനെയാണ്? കൂടുതലാണ്, ബെറ്റർ ആണ്. കൂടുതൽ റിസോഴ്സസ് സെക്കൻഡറി കെയറിൽ അവൈലബിൾ ആണ്. ഓക്കെ. Most of the small and mid-sized private hospitals described in earlier section generally offer secondary care. നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ഇല്ലേ? അത്തരം ഹോസ്പിറ്റൽസിൽ എങ്ങനെയുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെക്കൻഡറി കെയർ. ഓക്കെ, സ്മോൾ ഹോസ്പിറ്റൽസിലും അല്ലെങ്കിൽ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിലും ഈ സെക്കൻഡറി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ സെക്കൻഡറി കെയറിൽ എന്തൊക്കെയാ പറയുന്നത്? One level higher than primary care. Generally, general surgery, non-complex specialty surgeries, basic intensive care, clinical procedures, cesarean delivery അതൊക്കെ അവൈലബിൾ ആയിരിക്കും. പ്രൈമറി കെയറിനേക്കാളും കൂടുതൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിസോഴ്സസ് കൂടുതലാണ്. പിന്നെ അവർ എന്തൊക്കെ സർവീസാ പ്രൊവൈഡ് ചെയ്യുന്നത്? സർജറി, നോൺ കോംപ്ലക്സ് സർജറി അല്ലെങ്കിൽ എന്താണ്? നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്. ഓക്കെ, കോംപ്ലക്സ് അല്ലാത്ത സർജറീസ്. പിന്നെന്താണ്? Government systemത്തിലെ community health center division district hospitals ആണ്. എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാ എഴുതേണ്ടത്? മേഘന, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അതായത് സെക്കൻഡറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? മേഘന or മേഘ? മേഘ. ഓക്കെ, പറയൂ. General surgery. ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ഏത് എക്സാമ്പിൾ എഴുതുന്നു? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റല്, ഡിവിഷണൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഓക്കെ, അങ്ങനെയാണ് പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഏതാണ്? ഹോസ്പിറ്റൽസ്. പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഏതായിരിക്കും? CHC, പ്രൈമറി ഹെൽത്ത് സെന്റർ. ഓക്കെ, PHC എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ. CHC എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. PHCയിൽ 5 ബെഡ് അല്ലേ ഉണ്ടാവുള്ളൂ? 5 ബെഡുള്ള ഹോസ്പിറ്റൽ അല്ലേ PHC? നമ്മൾ നേരത്തെ പഠിച്ചത് PHC CHC പഠിച്ചത്. പ്രൈമറി കെയർ ബെഡിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, സൈസ് ഓഫ് ബെഡ് അല്ല, ലെവൽ ഓഫ് കെയർ ആണ്. ഓക്കെ, കെയറിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. Then tertiary care. Okay, next ആണ് tertiary care.
അതിലെന്താ പറയുന്നത്? These are hospitals with the most advanced level of care. Generally, they offer super specialty care, which is required in the field of cardiac, neuro, nephro, cancer, etc. Tertiary care hospitals will have most advanced equipment and doctors' level of qualification and expertise. The operation theaters and ICU of such hospitals will typically be state-of-art government system. The medical college hospitals are tertiary care level. അപ്പോൾ ടെറിഷ്യറി കെയറിൽ എന്താണ് പറയുന്നത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ലെവൽ കെയർ ആയിരിക്കും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് കെയർ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഏതാണ്? മെഡിക്കൽ കോളേജ്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ. അവർ ഏതെങ്കിലും കുറച്ച് ഡിസീസിനായിരിക്കും സ്പെഷ്യലൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. എന്തോ ക്ലിയർ ആയില്ല. അവർ ഏതെങ്കിലും കുറച്ച് ഡിസീസിനായിരിക്കും സ്പെഷ്യലൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഗൈനക്കോളജി. പിന്നെന്താണ്? അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്തായിരിക്കാം? പിന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും. അവര് അതെങ്ങനെയായിരിക്കും? അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരിക്കും ഇത്തരം ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ റിസർച്ച് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? റിസർച്ച് മെഡിക്കൽ കോളേജിൽ, ടെറിഷറി സെക്ടറിൽ വരുന്ന മെഡിക്കൽ കോളേജ്, ലാർജ് ഹോസ്പിറ്റൽസിലായിരിക്കും റിസർച്ച് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഈ 3 ലെവൽ ഓഫ് കെയർ മനസ്സിലായോ? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെറിഷറി കെയർ. ക്ലിയർ ആണോ? ഏതൊക്കെയായിരുന്നു ലെവൽ ഓഫ് കെയറിന്റെ കേസിൽ? ഹോസ്പിറ്റൽസിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഏതായിരുന്നു? പ്രൈമറി കെയർ ആണ്. പ്രൈമറി കെയറിൽ എന്താ പ്രത്യേകത? പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ. ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ, വാക്സിനേഷൻ, ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ PHC, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡറി കെയർ ഏതൊക്കെയാണ്? ട്രീറ്റ്മെന്റ് സച്ച് ആസ് ജനറൽ സർജറി, one level higher than primary care. One level higher than primary. പ്രൈമറിനേക്കാളും 1 ലെവൽ ഹയർ ആയിരിക്കും സെക്കൻഡറി കെയർ. ഓക്കെ, എന്തൊക്കെ കെയർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. അത് എക്സാമ്പിൾസ് ആണ്. എന്തൊക്കെ കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ? General surgery, non-complex clinical procedure, cesarean delivery, etc. ഓക്കെ, ഈ എക്സാമ്പിൾസും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിഡ് സൈസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്മോൾ ഹോസ്പിറ്റൽസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കെയർ എത്തരത്തിലുള്ള കെയർ ആണ്? ഈ ലെവൽ ഓഫ് കെയറിൽ ഏത് ലെവൽ ഓഫ് കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഒക്കെ സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയർ മീൻസ് എന്താണ്? 1 ലെവൽ ഹയർ ദാൻ പ്രൈമറി കെയർ. പ്രൈമറി കെയറിനേക്കാളും 1 ലെവൽ കൂടി കൂടുതലുള്ള കെയർ ആയിരിക്കും ഇത്തരം ഹോസ്പിറ്റൽസ് സെക്കൻഡറി കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ സർജറീസ് നടത്തുന്നുണ്ട്, പിന്നെന്താണ്? നോൺ കോംപ്ലക്സ് അല്ലാത്ത സർജറീസ് നടത്തുന്നുണ്ട്. ഓക്കെ, cesarean delivery. ടെറിഷ്യറി കെയറിൽ എന്താ പറയുന്നത്? അതായത് ഏറ്റവും നൂതനമായ പരിചരണം, അതായത് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ടെക്നോളജീസ് ആയിരിക്കും. പിന്നെന്താണ്? അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ, പിന്നെന്താണ്? ലാർജ് ഹോസ്പിറ്റലായിരിക്കും ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ഡോക്ടേഴ്സ് എങ്ങനെയായിരിക്കും? ഹൈ ക്വാളിഫൈഡ് ഡോക്ടേഴ്സും ക്വാളിഫൈഡ് ആയിട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാണ് ഇത്തരം ഹോസ്പിറ്റൽസിൽ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് പറയും? ടെറിഷറി കെയറിൽ മെഡിക്കൽ കോളേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി. ഇപ്പൊ നമ്മൾ 2 ഡിസ്കസ് ചെയ്തത്
ഹോസ്പിറ്റൽസിനെ സൈസിന്റെ ബേസിലും ലെവൽ ഓഫ് കെയറിന്റെ ബേസിലുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ രണ്ടെണ്ണോട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് വരുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ, ഇതെല്ലാം റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഹോസ്പിറ്റൽ എന്താണെന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽസിനെ ഡിഫറെന്റ് ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സൈസ്, ലെവൽ ഓഫ് കെയർ, ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ്, ഓണർഷിപ്പ്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞു. ദെൻ ഓണർഷിപ്പിൽ എന്താ പറയുന്നത്? ബിനോയ്, ഓണർഷിപ്പിൽ എന്താ പറയുന്നത്? ഓണർഷിപ്പിൽ എങ്ങനെയാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ബിനോയ്, പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി. ഓണർഷിപ്പിന്റെ ബേസിൽ എങ്ങനെയാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഓണർഷിപ്പ് ആണെങ്കിൽ സൈസ്, അതുപോലെ തന്നെ ഓണർഷിപ്പ്, പബ്ലിക് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആയിട്ട്, കമ്പനി ആയിട്ട്, ഹോസ്പിറ്റലാണോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ? ഓക്കെ, ക്ലിയർ ആയോ? ഓണർഷിപ്പ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഗവൺമെന്റ് റൺ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്പനീസ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണോ എന്ന്. മെഡിസിന്റെ കേസിൽ ഹോസ്പിറ്റൽസിനെ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? ആയുർവേദമാണോ ഹോമിയോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി മെഡിസിൻ. ഓക്കെ, ഇത്തരം ഇതിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ ആയിരുന്നു ലെങ്ത് ഓഫ് സ്റ്റേ. അതിലെന്താ പറയുന്നത്? ലെങ്ത് ഓഫ് സ്റ്റേ. ഹോസ്പിറ്റൽസും ലോങ് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഡെൽന, ഷോർട്ട് ടേമിലേക്കാണോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടാണോ പേഷ്യൻസിന് സ്റ്റേ ചെയ്യുന്നത്, അതനുസരിച്ചിട്ടുള്ള ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോങ് ടൈമിലോട്ടുള്ള ഒരു എക്സാമ്പിൾ പറയൂ, ഒരു ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾ പറയൂ. ലോങ് ടൈം അഡ്മിഷൻ എടുക്കുന്ന ഹോസ്പിറ്റൽസ് ഏതായിരുന്നു? ഹോസ്പിറ്റൽ, എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സൈസിന്റെ ബേസിൽ? സ്റ്റെഫി, മ്യൂട്ട് ചെയ്തോളൂ. സ്റ്റെഫി, 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. എന്താണ് സ്മോൾ ഹോസ്പിറ്റലിൽ എന്താ പറയുന്നത്? അതിൽ 30 ഓർ ലെസ് ദാൻ 30 ബെഡ്സ് ആണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. പിന്നെ ഔട്ട്സോഴ്സ് സർവീസസ് എന്ന് പറയുന്നത് ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി, അതൊക്കെ ഔട്ട്സോഴ്സ് സർവീസസ് ആയിരിക്കും. ഹോസ്പിറ്റൽസ് അവൈലബിൾ അല്ല, പുറംകരാറ് കൊടുത്തേക്കായിരിക്കും ഇത്തരം സർവീസിന് വേണ്ടി. പിന്നെന്താണ്? ബേസിക് ലെവലാണ് അതിൽ കൊടുക്കുന്നത്. ബേസിക് ലെവൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ ഒക്കെയാണ് ഇത്തരം ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. എന്താണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ? നിവ്യ, യെസ് മാം. നിവ്യ. ഓക്കെ, 30 to 100 ബെഡ്സ് അവൈലബിലിറ്റി ആണ് ഉള്ളത്. 30 to 100 ബെഡ് അവൈലബിലിറ്റി ആണ് ഉള്ളത്. പിന്നെ മോർ റിസോഴ്സസ് ഉണ്ടായിരിക്കും. പിന്നെ നോൺ ക്ലിനിക്കൽ സർവീസ് ഉണ്ടായിരിക്കില്ല. എക്സാമിനേഴ്സ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് അങ്ങനെ കാര്യങ്ങൾ ആയിട്ടുള്ള നോൺ ക്ലിനിക്കൽ സർവീസസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ഈ ലോക്കൽ ആയിട്ടുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ടും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റിന് വന്നത്. പിന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റും മറ്റുള്ള ക്ലിനിക്കൽ സപ്പോർട്ടൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. രോഗം ഡയഗ്നോസ്റ്റിക് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കുറവാണ് ഫെസിലിറ്റീസ്. നിത്യ, ലാർജ് ഹോസ്പിറ്റൽസ് എന്തായിരുന്നു നിത്യ? യെസ് മാം. ലാർജ് ഹോസ്പിറ്റൽസ് മോർ ദാൻ 100 ബെഡ്സ് ആർ അവൈലബിൾ.
Okay. Offer multiple specialty, super specialty services ഉണ്ട്. Okay. Plentiful resources. Okay. The number of patients എങ്ങനെയായിരിക്കും? Large number of patients ആയിരിക്കും. Okay. ICU പോലുള്ള typically have completely developed ICU. മെഡിക്കൽ ടെക്നോളജി ലാർജ് നമ്പർ ഓഫ് സ്റ്റാഫ് ഒക്കെ എവിടെയാ കാണുന്നത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ടെക്നോളജി, ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഇമേജിംഗ് സർവീസസ്, റിസോഴ്സസ് ഫെസിലിറ്റീസ്, റിസർച്ച് ഫെസിലിറ്റീസ്, പിന്നെന്താണ് ലാർജ് നമ്പർ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഇവരെല്ലാം ഏത് ഹോസ്പിറ്റൽസിലാണ് കാണപ്പെടുന്നത്? ലാർജ് ഹോസ്പിറ്റൽസിലായിരിക്കും. ഇപ്പൊ ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് മെഡിക്കൽ ടെക്നോളജി ആയിരിക്കും. ഓക്കെ, അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജി ആയിരിക്കും ഇത്തരം ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ് ലെവൽ ഓഫ് കെയർ. ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഓക്കെ, റോഷ്നി കണ്ടിന്യൂ. റോഷ്നി, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് റോഷ്നി അത്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെറിഷ്യറി കെയർ. വെരി ഗുഡ്. ദെൻ പ്രൈമറി കെയർ എന്താണ് പ്രൈമറി കെയറിൽ പറയുന്നത്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണെന്നും ഓക്കെ, ബേസിക് ആയിട്ട് മെഡിക്കൽ കെയർ ആണ് ഇത്തരം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ. പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ. ഓക്കെ, ദെൻ പിന്നെന്താണ്? അത് ഏതൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ അലൈറ്റ്മെന്റ് ഓർ സീസണൽ ഇൻഫെക്ഷൻ. ഓക്കെ, ഇത് ചെറിയ അസുഖങ്ങൾക്കുള്ള മരുന്നൊക്കെ ഇത്തരം ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ്. പിന്നെന്താ പറയുന്നത്? ഒരു എക്സാമ്പിൾ പറയണം. ഏതാണ് എക്സാമ്പിൾ? പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാ എഴുതേണ്ടത്? CHC, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ഓക്കെ, അവിടുത്തെ റിസോഴ്സ് എങ്ങനെയായിരിക്കും? ഈ പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിലെ റിസോഴ്സ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് ബേസിക് ഫെസിലിറ്റീസ് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡറി കെയർ എന്താണ്? സെക്കൻഡറി കെയർ സിൻഡോ സെക്കൻഡറി കെയറിൽ എന്താ പറയുന്നത്? അപ്പൊ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റലിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെറിഷ്യറി കെയർ. സെക്കൻഡറി കെയറിൽ എന്താ പറയുന്നത്? മായ, ഞാൻ പറയാം. സെക്കൻഡറി കെയറിൽ ലെവൽ ഹയർ ദാൻ പ്രൈമറി കെയർ ആയിരിക്കും. ജനറൽ സർജറി, ജനറൽ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഞാനാണോ മാഡം? സിൻഡോ. യെസ് മാം. കണ്ടിന്യൂ. എന്താണ് സെക്കൻഡറി കെയർ? സെക്കൻഡറി കെയർ എന്ന് പറയുമ്പോൾ പ്രൈമറി കെയർ ലെവലിനേക്കാൾ 1 ലെവൽ ഹയർ ദാൻ ആയിരിക്കും എപ്പോഴും. എന്തൊക്കെ സർവീസ്? ജനറൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ, സിസേറിയൻ ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സെക്കൻഡറി കെയറിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ളതാണ് അതിനുള്ള എക്സാമ്പിള്. ബെറ്റർ റിസോഴ്സസ് ആയിരിക്കും പ്രൈമറി കെയറിനേക്കാൾ കൂടുതൽ ബെറ്റർ റിസോഴ്സസ് ആയിരിക്കും സെക്കൻഡറി കെയറിൽ ഉണ്ടാവുക. ഓക്കെ, പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ റിസോഴ്സസ് എവിടെ ലഭ്യമാണ്? സെക്കൻഡറി കെയറിൽ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? പ്രൈമറി കെയറിലുള്ളതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് കേസസ് സെക്കൻഡറി കെയറിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഓക്കെ, വെരി ഗുഡ്. പിന്നെന്തായിരുന്നു നമ്മള് ഫസ്റ്റ് പഠിച്ചത്? എത്തരത്തിലുള്ള കെയർ ആണ്?
സെക്കൻഡറി കെയർ ആയി. സെക്കൻഡറി കെയർ. ഓക്കെ സിൻഡോ, വെരി ഗുഡ്. ദെൻ ടെറിഷറി കെയർ, ബിനോയ്, എന്താണ് ടെറിഷറി കെയർ? ടെറിഷറി കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൂപ്പർ സ്പെഷ്യൽ ആക്ടിവിറ്റീസ് റെക്കോർഡ് ഫീൽഡ് ഓഫ് കാർഡിയാക്ക്, ന്യൂറോ, നെഫ്രോൺ, ക്യാൻസർ അങ്ങനെയൊക്കെ ഇത് ചികിത്സിക്കേണ്ടതാണ് ടെറിഷറി കെയർ. അതായത് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ഇത്തരം ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. പിന്നെ ഈ ഓപ്പറേഷൻ തിയേറ്റർ ഹോസ്പിറ്റൽ വിൽ ടൈപ്പിക്കലി ബി സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം. ഡോക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ്? എക്യുപ്മെന്റ്സ് ഡോക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഡോക്ടേഴ്സ് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഡോക്ടർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്. പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് ഒരു എക്സാമ്പിൾ ഏത് പറയും? PHS, മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജ്. ഏതിലാണ്? PHCയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കെയർ ഏതാണ് ബിനോയ്? PHC പ്രൊവൈഡ് ചെയ്യുന്ന കെയർ എത്തരത്തിലുള്ള കെയർ ആണ്? പ്രൈമറി ആണോ? പ്രൈമറി. ഓക്കെ, മാറിപ്പോകരുത്. PHCയിലോ? PHC അത് സെക്കൻഡറി മാഡം. ഓക്കെ, ഇപ്പൊ ടെറിഷറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് എക്സാമ്പിൾ ചോദിച്ചാൽ മെഡിക്കൽ കോളേജ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബാക്കിയുള്ള പോയിന്റ്സ് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ മാഡം. മാഡം എനിക്ക് വയ്യാത്തോണ്ടാണ് ചെറിയ രീതിയിൽ പറഞ്ഞത്.